OCOM അക്കൗണ്ട്സിൻ്റെ ഒരു പ്രീമിയം കോഴ്സാണ് മാസ്റ്റർ ഓഫ് അഡ്വാൻസ്ഡ് ഫോറിൻ അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ. ഈ കോഴ്സിൽ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് മുതൽ ഒരു ഫിനാൻസ് മാനേജർ വരെയുള്ള ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട അക്കൗണ്ട്സ് വർക്കുകൾ പ്രാക്ടിക്കലായി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ അക്കൗണ്ട്സും ഫോറിൻ അക്കൗണ്ട്സുമായി 50ഓളം വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെല്ലാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ചെയ്യേണ്ട എല്ലാ വർക്കുകളും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് എടുത്ത് നിങ്ങൾ ഗൾഫിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ഹൈ സാലറി ഉള്ള ഒരു അക്കൗണ്ടിങ് ജോബ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് മാനേജർ ജോബ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സിൽ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഒരു കമ്പനിയുടെ റിയൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് വർക്കുകൾ ചെയ്തുകൊണ്ട് ഗൾഫിലെയും ഇന്ത്യയിലെയും കമ്പനികളുടെ അക്കൗണ്ട്സ് വർക്കിലും ഫിനാൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും വലിയൊരു എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഈ കോഴ്സിലെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് മാനുവൽ അക്കൗണ്ടിംഗ് ആണ്. രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെന്റ് ആൻഡ് വൗച്ചേഴ്സ്. നമ്മളുടെ അക്കൗണ്ട്സ് വർക്കുകൾ ചെയ്യാൻ നമുക്ക് കുറച്ച് വൗച്ചേഴ്സുകളും ഡോക്യുമെന്റുകളും എല്ലാം നമ്മൾ തയ്യാറാക്കേണ്ടി വരും. അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്സ്. ഇന്ന് മിക്ക എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് ജോലി കിട്ടുന്ന കമ്പനി ഏത് സോഫ്റ്റ്വെയർ ആണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ളത്. ഒന്ന് കോഡ് ബേസ്ഡും മറ്റൊന്ന് കോഡ് ഇല്ലാത്തതും. ഈ 2 സോഫ്റ്റ്വെയറുകളിലും അക്കൗണ്ട്സ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടാവുന്നതാണ്. മറ്റൊന്നാണ് പ്രൊജക്ട് വർക്ക്സ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ റിയൽ ആയിട്ടുള്ള ഗൾഫിലെയും ഇന്ത്യയിലെയും കമ്പനികളുടെ അക്കൗണ്ട്സ് വർക്കുകൾ ചെയ്തുകൊണ്ടാണ്. ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റോർ കീപ്പറുടെ വർക്കായിരിക്കാം, പക്ഷേ ഒരു അക്കൗണ്ടന്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നത് ഒരു അക്കൗണ്ടന്റിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ടോപ്പിക്കിലൂടെ നാം പഠിക്കുന്നത്. മറ്റൊന്നാണ് ഡിപ്രീസിയേഷൻ. നമ്മുടെ നാട്ടിൽ ഡെമിനിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഗൾഫിൽ ഇത് യൂസ് ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഡെമിനിഷൻ മെത്തേഡും പ്രകാരം എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ റിപ്പോർട്ടും എങ്ങനെയാണ് തയ്യാറാക്കുക, അത് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് ഇമ്പയർമെന്റ്. ഇമ്പയർമെന്റ് എന്താണെന്നും എങ്ങനെയാണ് ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്നും എങ്ങനെയാണ് ഇത് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയെന്നും നാം പഠിക്കുന്നു. മറ്റൊന്ന് കസ്റ്റമർ റിപ്പോർട്ട്. കസ്റ്റമറുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും കസ്റ്റമറുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും കസ്റ്റമറുമായി കറസ്പോണ്ടൻസ് നടത്താനുമെല്ലാം ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നു. മറ്റൊന്ന് സപ്ലയർ റിപ്പോർട്ട്. സപ്ലയറുടെ ഏജ് പേയബിൾസ്, സപ്ലയറുടെ റിപ്പോർട്ട്, സപ്ലയർക്ക് വേണ്ട പേയ്മെൻറ്റ്, അതുപോലെ സപ്ലയറുമായിട്ടുള്ള കറസ്പോണ്ടൻസ്, ഇവയെല്ലാം ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഒരു ബിസിനസിന്റെ ലാഭവും നഷ്ടവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് വഴിയാണ്. ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൾഫിൽ ഇത് IFRS ആണ്. അപ്പോൾ IFRS വഴി എങ്ങനെയാണ് IFRS സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അത് പ്രകാരം IFRS പ്രകാരം എങ്ങനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് ഫയലിംഗ് ഡോക്യുമെന്റ്. അക്കൗണ്ട്സിന്റെ ഡോക്യുമെന്റുകൾ നമുക്ക് പല ടൈമിനും നമുക്കത് അത്യാവശ്യമായിട്ട് വരും. ഈ സമയത്ത് അത് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ കുറേ ടൈം നമുക്ക് പിടിക്കും. നമ്മുടെ ഈ ഫയലിംഗ് സിസ്റ്റം പ്രകാരം ഒരു 100 കൊല്ലം കഴിഞ്ഞ ഒരു ഫയലാണെന്നുണ്ടെങ്കിലും വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ടോപ്പിക്കിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. മറ്റൊന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺട്രോൾ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ക്യാഷ് ഫ്ലോ. അടുത്ത മാസം നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമെന്ന് നമുക്ക് ഇന്ന് അറിയണം. അതുപോലെ റെൻറ്റ് കൊടുക്കാൻ നമ്മൾ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആയി പോവാൻ, അത് 6 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് അവിടെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അത് തയ്യാറാക്കാൻ പഠിക്കുകയാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നാണ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കോസ്റ്റ്. പലപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനോ നമുക്ക് വില നിശ്ചയിക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വാല്യൂ ഇതിൻ്റെ വില എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കാറില്ല. എന്നാൽ പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, സർവീസ് ആണെങ്കിലും ശരി, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ വില എന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നെല്ലാം ആണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്.
മറ്റൊന്നാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, അതായത് PDC. ഇന്ന് ഗൾഫിൽ ഇത് PDC റിസീവബിൾ ഉണ്ടാവും, PDC പേയബിളും ഉണ്ടാവും. ഇത് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത് എന്നെല്ലാമാണ് ഈ സിലബസിലൂടെ പഠിക്കുന്നത്. മറ്റൊന്നാണ് നോട്ട്സ് പേയബിൾ. PDC പോലെ തന്നെ മറ്റൊരു സംഭവമാണ് നോട്ട്സ് പേയബിൾ. ഈ നോട്ട്സ് പേയബിളിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക, എങ്ങനെയാണ് ഇത് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുക എന്നാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് WPS, വേജ് പ്രൊട്ടക്ട് സിസ്റ്റം. ഇന്ന് GCCയിലെ എല്ലാ രാജ്യങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് WPS. ഈ WPS എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, WPSന് വേണ്ട ഡോക്യുമെൻറ്റുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു വിശദമായ ഒരു പഠനമാണ് ആ ടോപ്പിക്കിലൂടെ നൽകുന്നത്. മറ്റൊന്നാണ് ഫോറൻസിക് അക്കൗണ്ട്സ്. എന്താണ് ഫോറൻസിക്? നമ്മുടെ ബിസിനസ്സിൻ്റെ പല രീതിയിലും, സെയിൽസിലാണെങ്കിലും പർച്ചേസിലാണെങ്കിലും അക്കൗണ്ട്സിലാണെങ്കിലും പല രീതിയിലും നമ്മുടെ ബിസിനസ്സിൽ ഫ്രോഡുകൾ കളിക്കാറുണ്ട്, കള്ളന്മാർ ക്യാഷ് കൊണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതിനുള്ളൊരു പരിഹാരം കാണാനും അതിനൊരു തടയിടാനും വേണം നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം. അത് എങ്ങനെയാണെന്നും അത് റിയൽ ആയിട്ടുള്ള നമ്മുടെ കേസ് സ്റ്റഡി വെച്ച് ഞാൻ 25 വർഷത്തോളം അക്കൗണ്ട്സ് ഫീൽഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പിടിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പല രീതിയിലുള്ള കള്ളത്തരങ്ങൾക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ റിയൽ ആയിട്ടുള്ള കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ പറ്റും. അതിനുള്ളൊരു ടോപ്പിക്കാണ് ഫോറൻസിക് അക്കൗണ്ട്സ്. മറ്റൊന്നാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ്സിൽ പല ഫ്രോഡുകളും ഉണ്ടാവും. ആ ഫ്രോഡുകളെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം, അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രോഡുകൾക്ക് അവിടെ കളിക്കാൻ വല്ല അവസരം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളത് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്ര ലാഭം കൊണ്ടുവന്നാലും അത് മറ്റുള്ള ഭാഗങ്ങളിലൂടെ അത് ലീക്കായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എന്ത് വേണം, നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരണം. ഈ ടോപ്പിക്കിലൂടെ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നത്. മറ്റൊന്നാണ് ബജറ്റിങ്. നമ്മുടെ ബിസിനസ് ഓരോ മാസവും മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, നമ്മളൊരു ബജറ്റ് തയ്യാറാക്കണം. ആ ബജറ്റ് തയ്യാറാക്കിയിട്ട് അതിനനുസൃതമായിട്ട് എന്ത് വേണം, നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു ബജറ്റ് ഉണ്ടാക്കി ഒരു മാസ്റ്റർ ബജറ്റ് തയ്യാറാക്കേണ്ടത് ആരാണ്? അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് തയ്യാറാക്കിയിട്ട് എന്ത് വേണം, മറ്റുള്ളവരോട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഓർഡറും കാര്യങ്ങളും കൊടുക്കേണ്ടത് അക്കൗണ്ട്സിൽ നിന്നാണ്. അക്കൗണ്ടന്റ് ഒരു ബജറ്റ് തയ്യാറാക്കാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ ടോപ്പിക്കിലൂടെ അത്തരത്തിലുള്ള ഒരു ബജറ്റിംഗ് തയ്യാറാക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാത്ത പലർക്കും അറിയാത്ത സംഭവമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്നാൽ ഇത് ഗൾഫിൽ സുലഭമായിട്ട് മിക്കവാറും കമ്പനികളും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് വളരെ ഹെഡേക്കുള്ള സംഭവമാണ്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ $150, $100 ചില ബാങ്കുകൾ നമ്മളെ ചാർജ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, നമ്മൾ എക്സ്പെർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഇത് നമ്മുടെ ഗൾഫിലെ 5-6 ഒറിജിനൽ LCകൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു പഠനമാണ് ഈ ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. മറ്റൊന്നാണ് മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട്. നമ്മുടെ ബിസിനസ് ഈ മാസം എത്ര രൂപ റവന്യൂ ഉണ്ടാക്കി, എത്ര രൂപ എക്സ്പെൻസ് ആക്കി, ഒരു എക്സ്പെൻസ് തന്നെ എത്ര വന്നിട്ടുണ്ട്. 10 വണ്ടിയുണ്ട്, ആ 10 വണ്ടിക്കും ഡീസൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടിക്ക് ഈ മാസം എത്ര വന്നിട്ടുണ്ട്, കഴിഞ്ഞ മാസം എത്ര വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അത് ഒരു അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് കള്ളത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നവർ കണ്ടിട്ടില്ല, പക്ഷേ അത് ഗൾഫിൽ നിർബന്ധമായിട്ടും മിക്ക കമ്പനികളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊന്നാണ് ഇയർലി ഫിനാൻഷ്യൽ റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർലി ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊന്നാണ് അനലൈസിംഗ് ഓഫ് ഫിനാൻസ് റിപ്പോർട്ട്. അനലൈസിംഗ് ഓഫ് ഫിനാൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളൊരു അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. കണ്ടക്ട് സെമിനാർ. നമ്മൾക്ക് അക്കൗണ്ട്സിൽ നമ്മൾക്ക് നോളജും സ്കില്ലും ഉണ്ടായാൽ മാത്രം പോരാ. ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് എന്ത് വേണം, ഇത് നമ്മൾ പാർട്ട്ണർമാരുടെ മുന്നിൽ, കമ്പനിയുടെ പാർട്ട്ണർമാരുടെ മുന്നിലോ മാനേജ്മെൻറ്റിൻ്റെ മുന്നിലോ അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ നമുക്ക് എന്ത് വേണം, നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഈ കോഴ്സിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്നാണ് ട്രെയിനിങ് ഫോർ ജോബ് ഇൻ്റർവ്യൂ. നമ്മളിപ്പോൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും എന്ത് വേണം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ ചാൻസ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജോബിന് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് റെഡി ആയിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് ട്രെയിനിങ് ഫോർ ജോബ് ഇൻ്റർവ്യൂ. മറ്റൊന്ന് ബിസിനസ് കറസ്പോണ്ടൻസ് ആണ്. ഒരു ബിസിനസ്സിൽ നമ്മൾ പല രീതിയിലുള്ള കറസ്പോണ്ടൻസും തയ്യാറാക്കേണ്ടി വരും. ഉദാഹരണത്തിന് കൊട്ടേഷൻ തയ്യാറാക്കേണ്ടി വരും, ലെറ്ററുകൾ തയ്യാറാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പല ലെറ്ററുകളും തയ്യാറാക്കേണ്ടി വരും. കസ്റ്റമർ പേയ്മെൻറ്റിന് വേണ്ടി ലെറ്റർ അയക്കേണ്ടി വരും. അതുപോലെ സപ്ലയർക്ക് നമ്മൾ എൻക്വയറി ലെറ്റർ അയക്കേണ്ടി വരും. ഇതുപോലത്തെ എല്ലാ ലെറ്ററുകളും നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പഠിക്കുന്നുണ്ട്. മറ്റൊന്നാണ് MS ഓഫീസ്, വിൻഡോസ്, അത് വേർഡ്, എക്സൽ, പവർ പോയിന്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ ടാക്സ്.
നമ്മുടെ നാട്ടിൽ ടാക്സ് GST ആണ്. എന്നാൽ ഗൾഫിൽ വാറ്റ്, ഗൾഫ് CAT, അതുപോലെ സക്ക, ഈ 3 ടാക്സും ഗൾഫിലുണ്ട്. അപ്പോൾ ഈ 3 ടാക്സും നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിലാണ് നമുക്ക് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അക്കൗണ്ട്സ് വർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ടാക്സുകളെ കുറിച്ചും ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഒരു CV ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ഇപ്പോൾ അക്ഷയയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോയിട്ട് ഒരു CV ഉണ്ടാക്കുമ്പോൾ അവരിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ് അക്ഷയയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന CVൻ്റെ സ്റ്റാൻഡേർഡ് ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ CV ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം അക്കൗണ്ട്സിൽ തീരെ ബേസ് ഇല്ലാത്ത ആളുകൾക്ക് പോലും ഒരു ചീഫ് അക്കൗണ്ട് ആൻഡ് ഫിനാൻസ് മാനേജർ ലെവൽക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാസ്റ്റർ ഓഫ് അഡ്വാൻസ്ഡ് ഫോറിൻ അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഓക്കം അക്കൗണ്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കോഴ്സിനെ കുറിച്ചോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇതിൻ്റെ ടോപ്പിക്കുകളെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.